ഹലോ എവറിവൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് എക്സാമിന് മുൻവർഷ ചോദ്യ പേപ്പറുകൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ആ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള പല പല ക്വസ്റ്റ്യൻസും നമുക്കിപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ല, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ പുതുമയാർന്ന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള 2025 ജനുവരിയിൽ അത് തൊട്ട് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ അതിന്റെ ആൻസർ എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ABC are the sides of a triangle and B square greater than A square plus C square. Then it is a right angle triangle, acute angle triangle, obtuse angle triangle or an equilateral triangle. നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്, അത് ഏത് ട്രയാങ്കിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണെന്ന് അറിയാം അല്ലെ? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള ട്രയാങ്കിൾസിനൊക്കെ ഇങ്ങനെ കണ്ടീഷൻ ഉണ്ടോ എന്നൊരു ചിന്ത ഉണ്ടായിരിക്കും അല്ലെ? എല്ലാ ട്രയാങ്കിൾസിനും ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട്, ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും സൈഡിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഓക്കെ. അപ്പോൾ നമ്മളൊരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു സൈഡിന്റെ സ്ക്വയർ ABC ബോധ കാര്യമില്ല, ഏതെങ്കിലും ഒരു സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മിനേക്കാളും ചെറുതായി കഴിഞ്ഞാൽ അത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. ഇനി ഒരു സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡ്സിന്റെ സ്ക്വയറിന്റെ സമ്മാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അതാണ് നമ്മൾ പൈതഗോറസ് തിയറമായിട്ട് പഠിക്കുന്നതും എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് മാറിപ്പോവില്ല. ഒബ്റ്റ്യൂസ് ആംഗിളുടെ ട്രയാങ്കിൾ ആണെങ്കിലോ ഒരു സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡ്സിന്റെയും സ്ക്വയറിന്റെ സമ്മിനേക്കാളും വലുതായിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ ABC എന്ന് പറയുന്നത് 3 സൈഡ്സ് ആണ്. ആ 3 സൈഡ്സിലകത്ത് ഒരു സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡിന്റെ സ്ക്വയർ എടുത്തിട്ട് അവർ ആഡ് ചെയ്യുന്നതിനേക്കാളും എന്താണ്? വലുതാണ്. അപ്പൊ ഈ കണ്ടീഷൻസിലേക്ക് നോക്കുക, ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്? ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? an obtuse angled triangle. ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക, ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പൊ ഇത് ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനിയുള്ള വരുന്ന എക്സാംസിൽ നിന്ന് നമുക്ക് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ഇത് ഈ കണ്ടീഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അത് ഏത് ട്രയാങ്കിൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ആകെ അറിയാവുന്ന പൈതഗോറസ് തിയറം ആണ്, ബാക്കിയുള്ളതിനും കമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അത് പഠിച്ചിരിക്കുക. ഒരു സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ടുപേരുടെ സ്ക്വയറിന്റെ സമ്മിനേക്കാളും ചെറുതായാൽ അക്യൂട്ട് ആംഗിൾഡും വലുതായാൽ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിളും ആയിരിക്കും. കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസ് ചെറുതാണ്, ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാംഗിൾ വലുതാണ് അല്ലെ? അപ്പം ആ സൈഡിന്റെ സ്ക്വയർ വലുതായി കഴിഞ്ഞാൽ, അതിന്റെ സ്ക്വയർ ആണ് വലുത് എങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളും, അതിന്റെ സ്ക്വയർ ചെറുതാണ് എന്നുണ്ടെങ്കിൽ അതെന്തായി? അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളും ആയിരിക്കും. റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുക? മറന്നു പോവില്ല, ഉപയോഗിക്കുന്നത് കൊണ്ട്. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQT is 18 square centimeter and the area of triangle PST is 12 square centimeter. Then the area of the trapezium PQR is. Then the area of the trapezium PQR is. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? PQT എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇതിന്റെ 18 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. PST എന്ന് പറയുന്ന ഇതിന്റെ ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രപ്പീസ് ഹോൾ ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും? കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും.
ഇപ്പൊ പല പല പ്രോപ്പർട്ടീസ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പം മെയിൻലി ഉപയോഗിക്കുന്ന 2-3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് തനിയെ കണ്ടുപിടിക്കാൻ നോക്കിയാലോ. അതായത് നമുക്കറിയാം ഒരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ട്രപ്പീസിയം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർലി നമുക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാവും ഈ രണ്ട് സൈഡ്സും പാരലൽ അല്ല, നോൺ പാരലൽ സൈഡ്സ് ആണ്. ഈ രണ്ട് സൈഡ്സും എങ്ങനെയാണ്? പാരലൽ സൈഡ്സ് ആണ്. സോ ഈ രണ്ട് സൈഡ്സ് ആണ് പാരലൽ. അപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാണ്. ഈ പി ആർ ക്യു, അതായത് പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും പി എസ് ക്യു എന്ന് പറയുന്ന അല്ലെങ്കിൽ പി ക്യു എസ് എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുവാണ്. ഇത് സെയിം ബേസ് തന്നെ വരുന്നതാണ്. ഇത് പി ക്യു എന്ന് പറയുന്നത് ആ രണ്ട് ട്രയാങ്കിളുടെയും സെയിം ബേസ് ആണ്. ആ ബേസും ബിറ്റ്വീൻ സെയിം പാരലൽ ആണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ. അതായത് എസ് ആർ എന്ന് പറയുന്ന ആ പാരലൽ ലൈനും പി ക്യു എന്ന് പറയുന്ന പാരലൽ ലൈനും ഇടയിൽ വന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് ആണ് പി ക്യു ആറും പി എസ് ക്യു അല്ലെങ്കിൽ പി ക്യു എസും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ ട്രയാങ്കിൾസിന്റെ ഏരിയാസ്? അവരുടെ ഏരിയാസ് സെയിം ആയിരിക്കും. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എന്തായിരിക്കും? സെയിം തന്നെ വരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 18 ആണ്. അപ്പൊ നമുക്കിതാ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഇതെന്ന് പറയുന്നത് രണ്ടുപേർക്കും കോമൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് 18 ആണ്. അപ്പൊ ബാക്കി വരുന്ന ഈ പോർഷൻസ് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയാൽ മാത്രമല്ലേ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും സെയിം ആയിട്ട് വരുള്ളൂ. അതായത് ഇത് 18 ആണ്, ഇത് 12 ആണ്. അപ്പൊ ഈ നോർമലി ഇത് എത്ര വരണം? 12 തന്നെ വന്നാലേ നമുക്കത് ഈക്വൽ ആയിട്ട് വരുള്ളൂ. അപ്പൊ ആ ഒരൊറ്റ പ്രോപ്പർട്ടി കൊണ്ട് ഇതിന്റെ ഏരിയ കിട്ടി. നമുക്ക് ഈ ചെറിയ ആളുടെ കൂടി ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ചെറിയ ആളുടെ ഏരിയ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയായിരിക്കും ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇതിന്റെ അകത്ത് നിന്ന് ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ട്രയാങ്കിൾസ് വരുമ്പോൾ അടുത്തൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തു. ട്രയാങ്കിൾസ് ഓൺ ദി സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ ദി സെയിം പാരലൽസ് ആർ ഈക്വൽ ഇൻ ഏരിയാസ്. സെയിം ബേസ് ആയിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം. സെയിം ബേസിലും ബിറ്റ്വീൻ സെയിം പാരലൽസിലുമുള്ള ട്രയാങ്കിൾസിന്റെ ഏരിയാസ് സെയിം ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി, if a line is drawn from one vertex to the opposite side of a triangle, the ratio of the areas of two new triangles formed is equal to ratio of the lengths of the two segments of the opposite side, provided they share the same height from the common vertex. കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവർക്കൊരു ഏരിയ ഉണ്ട് എക്സ്, ഇവർക്കൊരു ഏരിയ ഉണ്ട് വൈ. ഇവിടം മുതൽ ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ എയും ഇവിടെ തൊട്ട് ഇവിടം വരെ ബിയും ആണെന്ന് വിചാരിക്കുക. സോ ഈ എ ബൈ ബി എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയ ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ. ആ ഏരിയ ഡിവൈഡ് ബൈ ഇത് അടുത്ത ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ വൈ ആയിരിക്കും എന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പൊ എ ബൈ ബി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡിസ്റ്റൻസ് ആണ്. എ ബൈ ബി എന്ന് പറയുന്നത് എക്സ് ബൈ വൈനോട് ഏരിയാസ് ആണെന്ന് ഓർത്തിരിക്കുക. എക്സ് ബൈ വൈനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെ വരുന്നത് നോക്കിക്കേ. നമ്മുടെ ഇവിടത്തെ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് കുറെ ട്രയാങ്കിൾസ് ഉണ്ടല്ലേ. അപ്പൊ അതിന്റെ നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം എടുത്താൽ മതി. ഇവിടെ നമുക്ക് ഏത് ട്രയാങ്കിൾ ആണുള്ളത്? ഇവിടെ നമുക്ക് ഇനി വേണ്ടത് ഇതിന്റെ ഏരിയ ആണ്. അപ്പൊ നമ്മൾ ആരെടുക്കുന്നു? ഈ രണ്ട് ട്രയാങ്കിൾസിന് നമുക്കൊന്ന് ജസ്റ്റ് എടുത്താലും ആൻസർ സെയിം ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യുവാണ്. അതായത് ഈ പി ക്യു എസ് എന്ന് പറഞ്ഞ ഈ വലിയ ട്രയാങ്കിൾ. അപ്പൊ അതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു ഇല്ലേ. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, ഇതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്യൂ ടി എന്ന് പറയുന്ന ലൈൻ വന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ അത് രണ്ടും കൂടെ ഒരേ പോയിന്റ് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതേ പ്രോപ്പർട്ടി രണ്ട് സൈഡിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അതായത് ഈ ഈ ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ഏരിയ ഓഫ് എസ് ടി പി എന്ന് പറയുന്നതും ഏരിയ ഓഫ് പി
ക്യു ടി എന്ന് പറയുന്നതും എന്തിനോട് ഈക്വൽ ആയിരിക്കും? എസ് ടി ബൈ ടി ക്യൂനോട് ഈക്വൽ ആയിരിക്കും എന്നതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത വലിയ ട്രയാങ്കിൾ, ഈ സൈഡിലുള്ള വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതായത് ഏരിയ ഓഫ് എസ് ടി ആർ എന്ന് പറയുന്നതും ഏരിയ ഓഫ് ക്യു ടി ആർ എന്ന് പറയുന്നതും ഈക്വൽ ടു എന്തായിരിക്കും? എഗെയിൻ എസ് ടി ബൈ ടി ക്യൂനോട് ഈക്വൽ ആയിരിക്കും. രണ്ടിടത്തെയും ആർ എച്ച് എസ് സെയിം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആര് സെയിം ആയിട്ട് വരും? എൽ എച്ച് എസ് സെയിം ആയിട്ട് വരും അല്ലെ? അതായത് ഏരിയ ഓഫ് എസ് ടി പി ഈക്വൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പി ക്യു ടി ഈക്വൽ ടു ഏരിയ ഓഫ് എസ് ടി ആർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്യു ടി ആർ ആയിരിക്കും. സോ എച്ച് ടി പിയുടെ ഏരിയ നമുക്കറിയാമോ? അറിയാം, 12 ഡിവൈഡഡ് ബൈ പി ക്യു ടിയുടെ ഏരിയ അറിയാലോ, 18 ആണ്. ഈക്വൽ ടു എസ് ടി ആറിന്റെ ഏരിയ അറിയോ? അറിയില്ല, അത് കണ്ടുപിടിക്കണം. എസ് ടി ആർ ഡിവൈഡഡ് ബൈ ക്യു ടി ആറിന്റെ ഏരിയ അറിയാലോ, 12 ആണ്. ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ട്രയാങ്കിളുടെ ഏരിയ കിട്ടില്ലേ? അതായത് ഏരിയ ഓഫ് എസ് ടി ആർ ഇസ് ഈക്വൽ ടു 12 into 12 ഡിവൈഡഡ് ബൈ 18 വരും. 12നെ നമുക്ക് 6 വെച്ച് കട്ട് ചെയ്താൽ 2 വരും. 18നെ 6 വെച്ച് കട്ട് ചെയ്താൽ 3 വരും. 3നെ 12 വെച്ച് കട്ട് ചെയ്താൽ 4 വരും. 4 2s are 8 എന്ന് വരും. സോ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 8 വന്നു. നമ്മുടെ ആൻസർ ആയില്ലേ? ട്രപ്പീസിയത്തിന്റെ ഏരിയ ആണ് വേണ്ടത്. സോ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ 4 ഏരിയയും കൂടെ സം ചെയ്താൽ മതി. അപ്പം എത്ര വരും ടോട്ടലി ആൻസർ എന്ന് പറയുന്നത്? നമുക്ക് 12 12 18 8 അല്ലേ? 8ഉം 2ഉം 10 ആണെന്ന് അറിയാം. സോ 8ഉം 2ഉം 10 10 10 20 ഇവിടെ വന്നു. ഇത്രയും ഭാഗം 20 വന്നു. അടുത്തത് 8ഉം 2ഉം 10 ആണ്. പിന്നെ ഒരു 10 10. അപ്പൊ ടോട്ടൽ എത്ര വരും ഇവിടെ? ഇത്രയും ഭാഗം 30 ആണ്. അപ്പൊ ടോട്ടലി ആൻസർ എത്ര വരും? 30 plus 20 equal to 50 square centimeter. ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രോപ്പർട്ടീസ് ആണ് അപ്ലൈ ചെയ്തത്. സെയിം ബേസിലും സെയിം പാരലൽസിലും ഉള്ള രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എന്തായിരിക്കും? ഏരിയയും സെയിം ആയിരിക്കും. അടുത്തത് എന്താണ്? നമ്മളൊരു ട്രയാങ്കിൾ എടുത്തു. ആ ട്രയാങ്കിളിന്റെ ഒരു വെർട്ടക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചു. ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എക്സ്, വലിയ ട്രയാങ്കിളിന്റെ ഏരിയ വൈ എടുത്തു. ഇവിടെ മുതൽ ഇവിടം വരെ എയും ഇവിടെ മുതൽ ഇവിടം വരെ ബിയും ആണ് ലെങ്ത് എങ്കിൽ എ ബൈ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എക്സ് ബൈ വൈനോട് ഈക്വൽ ആയിരിക്കും. വൈ ബൈ എക്സ് എന്ന് എഴുതരുത്, എക്സ് ബൈ വൈക്ക് എക്സ് ബൈ വൈ തന്നെ എഴുതണം. ഇതാ മുകളിൽ എ എഴുതി കഴിഞ്ഞാൽ അതിനോടുള്ള ആള് എക്സിനെ തന്നെ ഇവിടെയും മുകളിൽ എഴുതിക്കൊള്ളണം. അത് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെ അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്ര വരും? 50 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In the figure ABCD is a quadrilateral. A circle is drawn passing through the points A, B and C. Then the position of the point D is on the circle, inside the circle, at the center of the circle, outside the circle. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഡി എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടില്ല. പക്ഷെ ഈ 3 പോയിന്റും സർക്കിളിലെ പോയിന്റ് ആണ്. ഇനി ഡി എന്ന് പറയുന്നത് സർക്കിളിന്റെ ഉള്ളിൽ വരുമോ പുറത്തു വരുമോ, അതോ ഇനി അതിന്റെ ആ പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആണോ എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. അതായത് ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് എന്ത് ക്വാഡ്രിലാറ്ററലായി? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവും. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ ഡി കണ്ടുപിടിക്കാൻ ഈസിയാണ്. വോട്ട് ഈസ് ആംഗിൾ ഡി? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ടോട്ടൽ ആംഗിൾ 360 ആണെന്ന് അറിയാലേ. സോ ആംഗിൾ ഡി എന്ന് പറയുന്നത് ആ 360യിൽ നിന്നും ബാക്കിയുള്ള ആംഗിൾസിന്റെ എല്ലാത്തിന്റെയും സം എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലെ? ഈക്വൽ ടു 360 മൈനസ്
ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 250 ആണ്. 250 ആണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1110 വരും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. 1110 ഡിഗ്രി എന്ന് വരും ആ ഒരു ആംഗിൾ. അത് 1110 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടാലോ. 105 പ്ലസ് 1110 ഈക്വൽ ടു 512. അതായത് 250 എന്ന് വരും. ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവരുടെ തമ്മിൽ സം എന്ന് പറയുന്നത് 180 വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവും. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വെർട്ടീസസും ആ സർക്കിളിന്റെ ഉള്ളിലെ പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ ഇത് അങ്ങനെയാണോ വന്നിരിക്കുന്നത്? അല്ല. അതെന്താണ്? സം എന്ന് പറയുന്നത് 180നേക്കാളും കൂടുതലാണ്. അപ്പൊ 180നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കിളിന്റെ അകത്തായിരിക്കും എന്ത് വരിക? ആ പോയിന്റ്, നാലാമത്തെ പോയിന്റ് വരിക. ഇൻ കേസ് ഈ സമം 180നേക്കാളും കുറവ് വന്നിരുന്നു എങ്കിൽ ഇതെന്തായിരിക്കും? ആ പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിന്റെ പുറത്തു വരുമായിരുന്നു. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. അതായത് എ ബി സി 3 പോയിന്റ്സ് സർക്കിളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡി എന്ന് പറയുന്ന നാലാമത്തെ പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് അകത്ത് വരണമെങ്കിൽ ബിയുടെയും ഡിയുടെയും സം എന്തായിരിക്കണം? 180നേക്കാളും കൂടുതൽ വരണം. ഓൺ ദി സർക്കിൾ ആവണം എന്നുണ്ട് എങ്കിൽ ആ ഡി എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഡിയുടെയും ബിയുടെയും സം എത്ര വരണം? 180 ഡിഗ്രി ആവണം. ഇനിയിപ്പോ ഇൻ കേസ് ആ ഡി എന്ന് പറയുന്ന ഔട്ട്സൈഡ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവരുടെ സമ്മ് 180നേക്കാളും കുറവ് വരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ടൈപ്പ് പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാനും എന്ത് ചെയ്യാം? സാധിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇഫ് എക്സ് പ്ലസ് 1/x ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് 180നേക്കാളും കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്താണ്? ഇൻസൈഡ് ദ സർക്കിൾ, ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 2 ദെൻ വാട്ട് ഈസ് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ്? അതായത് എക്സ് പ്ലസ് 1/x നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഫെബ്രുവരി 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യണമെന്നുണ്ട് എങ്കിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് അറിയാവുന്ന ആ ഐഡന്റിറ്റി എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് അതിന് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇത് നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല പഠിച്ചാൽ മതി. എന്താണ് നമുക്ക് ആവശ്യമുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത്? അറിയാവുന്ന കുറെ ഫോർമുലാസ് ഉണ്ട്. അപ്പൊ അതൊന്നും നോക്കണ്ട. നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളതിനെ മാത്രം എടുത്താൽ മതി. നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളത് ഇത്രയും ഫോർമുലാസ് ഈ 2ന്റെ തൊട്ട് പഠിക്കണേ. എ സ്ക്വയർ പ്ലസ് 1/a² എന്ന് പറയുന്നത് a പ്ലസ് 1/a ആണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ എ സ്ക്വയർ പ്ലസ് 1/a² എന്ന് പറയുന്നത് a പ്ലസ് 1/a ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് a മൈനസ് 1/a ആണ് എങ്കിൽ a സ്ക്വയർ പ്ലസ് 1/a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ a മൈനസ് 1/യുടെ സ്ക്വയർ എടുക്കുക, പ്ലസ് 2 ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്നയാള് പ്ലസ് ആണെങ്കിൽ മൈനസ് 2 ചെയ്യാം. തന്നിരിക്കുന്നയാള് മൈനസ് ആണെങ്കിൽ പ്ലസ് 2 ചെയ്യാം. അതുപോലെ തന്നെയാണ് 3യുടെ കേസിലും. എ ക്യൂബ് പ്ലസ് 1/3 കണ്ടുപിടിക്കണം. നമുക്ക് തന്നേക്കുന്നത് a പ്ലസ് 1/a ആണെന്ന് വിചാരിക്കുക. മൈനസ്, അതായത് a പ്ലസ് 1/a ദ ഹോൾ ക്യൂബ് ചെയ്യുക, മൈനസ് 3 ഇൻറ്റു a പ്ലസ് 1/a തന്നെ എഴുതി വെക്കുക. ഇനി a ക്യൂബ് മൈനസ് 1/a³ ആണ് വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് a മൈനസ് 1/a തരുള്ളൂ. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ a മൈനസ് 1/a വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരാവും? പ്ലസ് ആവും. ഇവിടെ പ്ലസ് തന്നു കഴിഞ്ഞാൽ ഇവിടെ ആരാവും? മൈനസ് ആവും. സോ പ്ലസ് 3 ഇൻറ്റു a മൈനസ് 1/a എന്ന് വരും. a⁴ പ്ലസ് 1/a⁴ നമുക്ക് ഇതുവരെ ചോദിച്ചു കൂടായികയില്ല. a⁴ പ്ലസ് 1/a⁴ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 1/a² ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആണ്. അതായത് നമുക്ക് തരുന്നതൊന്നെങ്കിൽ a പ്ലസ് 1/aയോ അല്ലെങ്കിൽ a മൈനസ് 1/aയോ ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു? a സ്ക്വയർ പ്ലസ് 1/a² ഈ രണ്ട് ഫോർമുല വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലെടുത്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെയ്യേണ്ടി വരും.
ഇവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അതിനുള്ള സാധ്യതയും ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ആൻസർ നോക്കിയാലോ. നമുക്ക് തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു 2 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷനിൽ എ ആയിന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് ആണ് വേണ്ടത്. ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൺ ബൈ എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് എന്ത് വരും? 3 ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് വരും. ദ ഹോൾ ക്യൂബ് ഇവിടെ എന്താണ്? എക്സ് പ്ലസ് വൺ ബൈ എക്സ് 2 ഉണ്ട്. 2 ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് 2 ആണ്. അതായത് 8 മൈനസ് 6 ഈക്വൽ ടു 2. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് വരും. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പൊ ആ ഇക്വേഷൻസ് 4 കൃത്യമായി തന്നെ പഠിക്കുക. കാരണം അതിന്റെ അകത്ത് നിന്ന് എല്ലാ വർഷവും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത ചോദ്യം, ദ സം ഓഫ് ഫസ്റ്റ് 27 ഓഡ് നമ്പേഴ്സ് ഈസ്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. n ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. സോ ഇവിടെ 27 ഫസ്റ്റ് 27 ഓഡ് നമ്പറിന്റെ സ്ക്വയർ 27ന്റെ സ്ക്വയർ ആണ്. ചെയ്ത് നോക്കാതെ കണ്ടുപിടിക്കാം. കാരണം 27ന്റെ സ്ക്വയർ ആ വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വൺസിന്റെ പ്ലേസിന്റെ ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? 9 വരുള്ളൂ. വൺസിന്റെ പ്ലേസിന്റെ ഡിജിറ്റ് 9 വരുന്ന ഒരൊറ്റ ആൻസറേ ഉള്ളൂ. അതേതാണ്? 729. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അങ്ങനെ എളുപ്പവഴി ഉണ്ടെങ്കിൽ വെറുതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. സോ 729 ആൻസർ വരും. പിന്നെ നമുക്ക് കുറച്ച് സ്ക്വയേഴ്സും ആവറേജും ഒക്കെ ഒന്ന് നോക്കാം. സമ്മും ആവറേജും നോക്കാം. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ അതിന്റെ ആവറേജ് വരുമ്പോൾ ഒരു n എടുത്ത് കളഞ്ഞാൽ മതി, n കൂട്ടണ്ട, ബാക്കി എഴുതിയാൽ മതി. n പ്ലസ് വൺ ബൈ 2 ആണ്. ഇനി ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ്, അതായത് 2 4 6 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് വൺ ആണ്. അപ്പൊ ആവറേജ് വരുമ്പോൾ ഒരു n എടുത്ത് കളയുക, എന്ത് വരും? n പ്ലസ് വൺ വരും. ഇനി ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് n സ്ക്വയർ ആണ്. അപ്പൊ ആവറേജ് വരുമ്പോൾ ഒരു n കളയുക, രണ്ടെണ്ണം ഉണ്ട്. സോ ഒരു n പോയി കഴിഞ്ഞാൽ എന്ത് വരും? n മാത്രമേ വരുള്ളൂ ആവറേജ്. അടുത്തത് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എക്സെട്ര എന്ന് പറയുന്ന പോകുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ത് വരും? n ഇൻറ്റു n പ്ലസ് വൺ ഇൻറ്റു 2n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പൊ അതിന്റെ ആവറേജ് കാണാൻ ഒരു n കളയുക, ആ n മാറ്റി ബാക്കിയുള്ളത് എഴുതിയാൽ മതി. n പ്ലസ് വൺ ഇൻറ്റു 2n പ്ലസ് വൺ ബൈ 6 എന്ന് വരും. ഇനി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സം എത്രയാണ്? n ഇൻറ്റു n പ്ലസ് വൺ ബൈ 2. നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ? എന്താണ്? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണത്. സോ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ n ഇൻറ്റു n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് എന്ത് വേണം? ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു n കളയുക. എന്നുവെച്ചാൽ ഇത് മാത്രം എഴുതിയാൽ പോരാ, കാരണം ഇവിടെ ഓൾറെഡി സ്ക്വയർ ആണ്. സോ n ഇൻറ്റു n പ്ലസ് വൺ ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും നമുക്ക് അതിന്റെ ആവറേജ്. അപ്പൊ നമ്മൾ ആവറേജും കണ്ടുപിടിക്കാനും പഠിച്ചു, സമ്മും കണ്ടുപിടിക്കാൻ പഠിച്ചു. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആവറേജിന്റെ കാര്യത്തിലും സമ്മിന്റെ കാര്യത്തിലും പഠിച്ചിരിക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് the value of k for which kx plus 3y minus k plus 3 equal to 0 and 2x plus ky equal to k have infinitely many solutions. അതായത് ഇത് പോളിനോമിയൽസ് അല്ലെങ്കിൽ ഓൾജിബ്ര എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യില്ല. നമ്മൾ സീറോ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഫാക്ടർ തിയറം ബേസ് ചെയ്തിട്ട് അങ്ങനെയുള്ളതൊക്കെ പഠിച്ചിട്ട് പോവുക. ഇത് സിമ്പിൾ ആണ്, പക്ഷെ ഇതിന്റെ കണ്ടീഷൻ നമുക്ക് അറിയില്ല എങ്കിൽ ഇതിന്റെ മാർക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ആ കണ്ടീഷൻ ഒന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന്. നമുക്ക് ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് a1x പ്ലസ് b1y ഈക്വൽ ടു സം c1, അതുപോലെ തന്നെ a2x പ്ലസ് b2y
ഈക്വൽ ടു C2. ഇത് രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നതിന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഇന്റർസെക്ട് ചെയ്യും. ഇങ്ങനെ രണ്ട് ലൈൻസ് ആയിട്ട് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യും ഒരു പോയിന്റിൽ. യൂണിക് സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ? A1/A2 ചെയ്യുക, B1/B2 ചെയ്യുക. അവർ ചെയ്യുമ്പോൾ ആൻസർ എന്ത് ചെയ്യരുത്? ഒരേ ആൻസർ ഇട്ടരുത്, രണ്ട് ആൻസർ കിട്ടുന്നു. അടുത്തത് കോയിൻസൈഡിങ് ലൈൻസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ പോലെ തന്നെ വേറെ കുറെ അതേ ലൈൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വേർഷൻ എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ വരുമ്പോൾ എല്ലാ റേഷ്യോസും ഈക്വൽ ആയിരിക്കും. A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. അത് കോയിൻസൈഡിങ് ലൈൻസ് ആയിരിക്കും ലൈൻസിന്റെ കേസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ഒന്നുമില്ല, രണ്ടും രണ്ട് എക്സ്ട്രീമിലുള്ള ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? A1/A2ഉം B1/B2ഉം എടുത്തു കഴിയുമ്പോൾ സെയിം ആയിരിക്കും. പക്ഷെ C1/C2 എടുക്കുമ്പോഴോ ഈക്വൽ ആയിട്ട് വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോ ഇവിടുത്തെ കണ്ടീഷൻ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ വാല്യൂ ഓഫ് K ഫോർ വിച്ച് kx plus 3y minus k plus 3 equal to 0 and 12x plus ky equal to k have infinitely many solution. Infinitely many solution ഉണ്ടാവണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? ആ മൂന്ന് റേഷ്യോസും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് A1 B1 C1 എഴുതിയാലോ? A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോയിഫിഷ്യന്റ് അതായത് k വരും. B1 എന്ന് പറയുമ്പോൾ y-ന്റെ കോയിഫിഷ്യന്റ് 3 വരും. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡിൽ RHSലേക്ക് കൊണ്ടുപോയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ LHSലല്ലേ, അതായത് -k+3 എന്നാ വന്നിരിക്കുന്നത്. അതിന് ഇങ്ങോട്ട് RHSലേക്ക് പോകുമ്പോൾ k -3 എന്ന് വരും. സോ k-3 എന്ന് വരും. അടുത്തത് A2 എന്ന് പറയുന്നത് ഇവിടെ x, രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് 12. B2 എന്ന് പറയുമ്പോൾ k എന്ന് വരും. C2 എന്ന് പറയുന്നതും k തന്നെ വരും. ഇനി നമുക്ക് നോക്കാം, മൂന്ന് റേഷ്യോസും ഈക്വൽ ആവണം. k/12 ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ താഴെ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 3/k ഈക്വൽ ടു k-3/k. ഇത്രയും കിട്ടും. അപ്പൊ നമുക്ക് ഈ രണ്ട് റേഷ്യോസ് എടുത്ത് കമ്പയർ ചെയ്യാം. ഇത് രണ്ടും കട്ടായി പോയി, ബാക്കി എന്ത് വരും? 3 ഈക്വൽ ടു k-3 ഇംപ്ലൈസ് k ഈക്വൽ ടു എത്ര വരും? 3 + 3 ഈക്വൽ ടു 6 വരും. ഓപ്ഷൻ ഡി നമുക്ക് ഇവിടെ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരും. ഈ കണ്ടീഷൻ മറക്കാതെ പഠിച്ചിരിക്കുക. കണ്ടീഷൻ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കില്ല. നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ if the sum of the first 10 terms is equal to sum of the first 20 terms, then the sum of the first 30 terms is. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോഗ്രഷൻ ഉണ്ട്. അതിന്റെ അകത്ത് ആദ്യത്തെ 10 ടേംസിന്റെ സം എന്ന് പറയുന്നത് ആദ്യത്തെ 20 ടേംസിന്റെ സമ്മിനോട് ഈക്വൽ ആണ്. 10 ടേമിന്റെ സം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് നമ്മുടെ ഫോർമുല അല്ലേ? സോ ഇവിടെ എന്നിന് പകരം 10 ആണ്, ഇവിടെ എന്നിന് പകരം 20 ആണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അല്ലേ? വേരിയബിൾസ് ഒന്നും തന്നിട്ടില്ല വേറെ. അപ്പൊ നമുക്ക് ചെയ്യാലോ. എന്ത് വരും? 10/2 ഇൻറ്റു 2a പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 10-1 9d എന്ന് വരും. ഈക്വൽ ടു S20 എന്ന് പറയുമ്പോൾ again 20/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുമ്പോൾ 19d എന്ന് വരും. സോ ഇനി നമുക്ക് ഈ 2 കട്ട് ചെയ്ത് കളയാം, ഈ സീറോയും കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? 2a പ്ലസ് 9d ഈക്വൽ ടു ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 4a പ്ലസ് 2 ഇൻറ്റു 19 ഈസ് 38d എന്ന് വരും. ഇതിന് നമുക്ക് എന്ത് കിട്ടും? ഇതിനെ സോൾവ് ചെയ്യുമ്പം 2a ഈ 2a ആ സൈഡിലേക്ക് പോയി. എന്ത് വരും? 2a പ്ലസ് 29d ഈക്വൽ ടു 0. ഇത് നമുക്ക് ആവശ്യം വരും, കാരണം 30 ടേംസിന്റെ സം അല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് S30 വേണം. S30 എത്രയാണ്? n/2 ഇൻറ്റു അതായത് 30/2 ഇൻറ്റു 2a പ്ലസ് 29d ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 2a പ്ലസ് 29d എത്രയാണ്? 0 അല്ലേ? സോ S30യുടെ ആൻസർ എത്ര വരും?
സീറോ വരും. എസ് തേർട്ടിയുടെ ആൻസർ സീറോ. ഓപ്ഷൻ സി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ എസ് തേർട്ടി നമുക്ക് സീറോ കിട്ടി. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നോക്കാം. എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അതുപോലെ തന്നെ എസ് എൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേമും ആണ് തന്നിരിക്കുന്നത് എങ്കിൽ എസ് എൻ എന്ന് പറയുന്നത് എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ്. ഇനി എസ് എൻ എന്ന് പറയുന്ന മിഡിൽ ടേം തന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആ മിഡിൽ ടേമിന്റെ കൂടെ ആ എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എസ് എൻ കിട്ടും. ഈ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ നിന്ന് വരുന്നത് ചെയ്യാൻ സാധിക്കും. മെയിൻലി ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, കാണാതെ പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The y coordinates of A is 3 and x coordinate of B is 2. Then the equation of line AB is നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? എയുടെ y കോർഡിനേറ്റും ബിയുടെ x കോർഡിനേറ്റും തന്നിട്ടുണ്ട്. അപ്പൊ എയും ബിയും എവിടെ കിടക്കുന്നേ? എ എന്ന് പറയുന്നത് y ആക്സിസിൽ ഒരു പോയിന്റ് ആണ്. അപ്പൊ അതിന് y കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. ബി എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ആണ്. അതിന് എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 3 എന്ന് തന്നിരിക്കുന്നത്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 2 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ഈയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത് നെഗറ്റീവ് y ആക്സിസിലുള്ള പോയിന്റ് ആണല്ലേ. സോ അപ്പൊ എന്ത് വരും? 0 മൈനസ് 3 എന്ന് വരും എയുടെ കോർഡിനേറ്റ്. ബി എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് എന്ത് വരും? 2 0 എന്ന് വരും. ഇവിടെ മൈനസ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ആൻസർ മാറിപ്പോവും. അപ്പൊ ആ മൈനസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നിരിക്കുന്നത്, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് വരും? ഇനി ഈ പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈൻ ഒന്നെങ്കിൽ 2 പോയിന്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. അതിന് കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് 0 മൈനസ് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നതും 2 0 സാറ്റിസ്ഫൈ ചെയ്യുന്നതുമായിട്ടുള്ള ഇക്വേഷൻ നോക്കിയാൽ മതി. 0 മൈനസ് 3 ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3x പ്ലസ് 2y ഈക്വൽ ടു 6 ആണ്. 3x ഇവിടെ എക്സിന് വരും 0 കൊടുത്തു, അവിടെ 0 ആയിപ്പോയി. മൈനസ് 2 ഇൻറ്റു മൈനസ് 3 ആ വന്നിരിക്കുന്നത്. അപ്പൊ മൈനസ് 6 ആൻസർ വരുള്ളൂ. നമുക്ക് ഇവിടെ എന്താ? പ്ലസ് 6 ആ. അപ്പൊ അതല്ലാന്ന് കിട്ടി. അടുത്ത ബി നോക്കുക. 3x മൈനസ് 2y ഈക്വൽ ടു 6 ആണ്. അതായത് 3 ഇൻറ്റു എക്സ് എത്രയാണ്? ഇവിടെ 0 ആണ്. 0 അവിടെ 0 ആയിപ്പോയി. മൈനസ് 2 ഇൻറ്റു മൈനസ് 3 ഈക്വൽ ടു 6 വന്നു അല്ലെ. ഇനി അടുത്ത കോർഡിനേറ്റ് കൂടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. അതായത് 2 0 എന്ന് പറയുന്നത് എക്സിന് പകരം 2 കൊടുക്കുക, വൈക്ക് പകരം 0യും കൊടുക്കുക. മൈനസ് 2 ഇൻറ്റു 0 അതും എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിട്ടുള്ള 3x മൈനസ് 2y ഈക്വൽ ടു 6 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഇവിടെ നെഗറ്റീവ് 3 കൊടുത്തില്ല എങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ആൻസർ ആയിട്ട് കിട്ടും. പല രീതിയിൽ നമുക്ക് ചെയ്യാം. സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് പോയിന്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെയുള്ള ഒരു മെത്തേഡിൽ നമ്മൾ ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാമിന് സമീപിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. പോയിന്റ്സ് കിട്ടിയാൽ ഉടനെ തന്നെ എന്ത് ചെയ്തോളുക? ഓപ്ഷനിൽ ഇട്ട് കൊടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വരും? അത്രയും സമയം നമ്മുടെ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. ഇനി ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. എല്ലാ വർഷവും ചോദിക്കാറുണ്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. രണ്ട് ലൈൻസ് തമ്മിലുള്ള x1 y1 x2 y2 ഇത് കോർഡിനേറ്റ്സ് ഉള്ള ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും തന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ളത് ചോദിക്കാറുണ്ട്.
ചിലപ്പോ ആ സ്ലോപ്പ് പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് ആകാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പ് ആവാം. അപ്പൊ ഇന്ന് ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ടാസ്ക് ചെയ്ത് നോക്കുക, പാരലൽ ലൈൻസിന്റെ സ്ലോപ്പും പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പും അറിയാമോ എന്ന് ഇപ്പൊ ആലോചിച്ച് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് ഒന്ന് നോക്കിയിട്ട് ഇതിന്റെ രണ്ടുപേരുടെയും സ്ലോപ്സിന് റിലേഷൻ ഉണ്ട്, ആ റിലേഷൻ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക, കോമൺ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമ്മള് ഇന്ന് പഠിച്ചത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അതിന് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ട കുറച്ച് ഫാക്ട്സ് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് പോവുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. ടോസ് അക്കാഡമി സെറ്റിന്റെയും നെറ്റിന്റെയും കേട്ടറ്റ്, സീറ്ററ്റ്, HSA, HSST, VHSC, LPSC, UPSC, അത് PH കോച്ചിങ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കോച്ചിങ്ങിൽ ചേരണമെന്ന് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഡീറ്റെയിൽസ് എല്ലാം അറിയിക്കുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും അതുപോലെ തന്നെ PDF നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ നിങ്ങളുടെ അടുത്ത് വിളിച്ച് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ടോസ് അക്കാഡമി നിങ്ങളെ ആ ലക്ഷ്യത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.